ഹലോ. അപ്പം നമ്മളുടെ സോഷ്യൽ സയൻസിന്റെ 7th ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഇക്കണോമിക് തോട്ട്, അതായത് സമ്പദ് ശാസ്ത്ര ചിന്തകൾ. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം എന്താണ് ഇക്കണോമിക്സ്, എന്താണ് ഈ ഒരു ബ്രാഞ്ച് ഡീല് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം അല്ലെ. എന്താ ഈ പിക്ചർ? ഒരു ഫാർമർ ആണല്ലേ, അതായത് ആളുടെ കൃഷിയിടത്തില് കാളകളെ കൊണ്ട് ഉഴുതുമറിക്കുന്ന ഒരു കർഷകനെയാണ് ഈ ഒരു പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു ട്രാഫിക് പോലീസിനെയാണ് അല്ലെ, അതായത് ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രാഫിക് പോലീസിനെയാണ് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്. ഇതിലോ ഒരു ഫാക്ടറി ആണിത്. ഓക്കെ, അതായത് ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് തൊഴിലാളികളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെയൊക്കെ വർക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എല്ലാവരും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ വർക്കുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതായത് അഗ്രികൾച്ചറും ഫാക്ടറി വർക്കും എന്നൊക്കെ പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിൽ വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, അവരുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ് അല്ലെ. അതായത് അഗ്രികൾച്ചറൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു നെൽകൃഷിയാണെന്നിരിക്കട്ടെ, അവിടെ എന്താണ് ആ ഫാർമർ ചെയ്യുന്നത്? ഒരു നെല്ല് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്രോപ്പിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ്, ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഫാക്ടറി വർക്കേഴ്സ് എന്താ ചെയ്യുന്നത്? അവരും സെയിം കാര്യമാണ് ചെയ്യുന്നത്. അവരുടെ ഫാക്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ എന്താണ്? ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് അവര് ചെയ്യുന്നത്, ഫാക്ടറി വർക്കേഴ്സ്. ഓക്കെ, അപ്പം ഈ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയുടെ അണ്ടറിലാണ് ഈ അഗ്രികൾച്ചറൽ ഫാക്ടറി വർക്കുകളൊക്കെ പോലത്തെ വർക്കുകൾ വരുന്നത്. അപ്പോൾ ഈ ട്രാഫിക് പോലീസ്, ഡോക്ടേഴ്സ്, അവരുടെയൊക്കെ വർക്ക് ഏതിൽ പെടും? അവരുടെ വർക്കുകൾ സർവീസസ് ആണ്, അതായത് സേവനങ്ങളാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇവരുടെ ട്രാഫിക് പോലീസ്, ഡോക്ടേഴ്സ്, ഇവരുടെയൊക്കെ വർക്കുകൾ എന്താണ്? സേവനങ്ങളാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ഫാക്ടറി വർക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ റിവാർഡ് കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ. അതായത് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തു, ആ ഒരു സാധനം മാർക്കറ്റില് എന്ത് ചെയ്യുന്നു? നന്നായിട്ട് വിറ്റ് പോകുന്നു, എന്നിട്ട് അതിൽ നിന്നൊരു റിവാർഡ് കിട്ടുന്നു അല്ലേ. ഇപ്പൊ ഒരു ഹോട്ടല് നടത്തുക എന്ന് വിചാരിക്കട്ടെ. ആ ഹോട്ടല് നന്നായി നടക്കുന്നു, ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നു, കുറെ ആൾക്കാരെല്ലാം വന്ന് കഴിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? അവർക്കൊരു പർട്ടിക്കുലർ റിവാർഡ്, ഒരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതിന് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലേ. അതിന്റെ ഓരോ ഷെയറും അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹോട്ടല് നടന്നു പോകാനുള്ള എല്ലാ ഫാക്ടേഴ്സും, അതിന് പിന്നിലുള്ള എല്ലാ വർക്കേഴ്സിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ റിവാർഡ് ഷെയർ ചെയ്യപ്പെടണം അല്ലെ. അപ്പൊ ആ ഹോട്ടലിൽ എന്താണ്? അത് ഒരു ബിൽഡിംഗ്, റെന്റ് ഉള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെന്റ് പോകണം, വർക്കേഴ്സിന് സാലറി കൊടുക്കണം, വേണ്ടേ? പിന്നെ അതിന്റെ അകത്തെ മറ്റ് സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാശുകൾ വേറെ പോകണം. പിന്നെയോ ആ ഹോട്ടലിൽ എന്താണ്? ഫുഡ് വെക്കാനുള്ള വെജിറ്റബിൾസിന്റെയോ ഫ്രൂട്ട്സിന്റെയോ സാധനങ്ങളുടെ ഒക്കെ ചെലവ് വേറെ. അപ്പൊ ഇതിനെല്ലാം എന്ത് വേണം? ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ റിവാർഡിൽ നിന്നാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോകുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇക്കണോമി അല്ലെങ്കിൽ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇക്കണോമിക്സിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? ഡിസ്ട്രിബ്യൂഷൻ, വിതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ ആൻ ഇക്കോണമി. ഓക്കെ, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ സ്പീഡ്സ് അപ്പ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം ചുമ്മാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരാ, ഒരു ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം അവിടെ നടക്കുന്നത്. നീതിപൂർവമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വേണം അവിടെ നടക്കാൻ. അത് മാത്രമേ ഒരു ഇക്കണോമിയെ എന്ത് ചെയ്യുള്ളൂ? ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരേ വർക്ക് ചെയ്യുന്നവർക്ക് രണ്ടുപേർക്കും രണ്ട് തരത്തില് സാലറി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഹോട്ടലിൽ തന്നെ അവിടെ ജോലി ചെയ്യുന്ന രണ്ടുപേരുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാൾക്ക് 5000 രൂപയും മാസ സാലറി, ഒരാൾക്ക് 2000 രൂപയും കൊടുക്കുന്നിരിക്കട്ടെ. അത് ഫെയർ ആണോ അവിടെ? അല്ല. അവർ രണ്ടുപേരും ചെയ്ത ജോലി എന്താണ്? സെയിം ആണ്. പക്ഷെ അവിടെ ഡിസ്ട്രിബ്യൂഷൻ ഫെയർ ആയിട്ട് നടന്നോ? ഇല്ല. ഇങ്ങനെ ഫെയർ അല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻ നടന്നാൽ അവിടെ എന്താണ്? അവിടെ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് നടക്കത്തില്ല അല്ലെ. അതായത് ഒരുപാട് തരത്തില് അവിടെ ഒരു ഡെവലപ്മെന്റിന് എന്ത് ചെയ്യും? അത് തടസ്സമാകും.
ഓക്കെ, അപ്പം എന്താണ് ഒരു ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടെ നടക്കണം. ഓക്കെ, ഇനി അത് മാത്രമല്ല, അവിടെ ഹോട്ടലിൽ ഇപ്പോൾ ഒരു ഹോട്ടലിൽ തന്നെ എന്താണ് ഈ പറഞ്ഞ ഹോട്ടലിൽ സെർവ് ചെയ്യുന്ന ആൾക്കാരുടെ സാലറിയും അതേപോലെ തന്നെ ആ ഹോട്ടലിന്റെ മാനേജറിന്റെ സാലറിയും ഈക്വൽ ആയിരിക്കുമോ? അല്ല അല്ലെ. അപ്പൊ അവരുടെ വർക്കിനനുസരിച്ച് എന്താണ് അവർക്ക് ഫെയർ ആയിട്ടുള്ള സാലറി കൊടുക്കണം അല്ലെ. അപ്പം അവരുടെ സർവീസ് വേറെ, മാനേജറിന്റെ സർവീസ് വേറെ അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള അതിനനുസരിച്ചുള്ള, അതായത് അവരവരുടെ വർക്കിനനുസരിച്ചുള്ള ഷെയർ അവർക്ക് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഓക്കെ, എന്താണ് സാമ്പത്തിക വികസനം അവിടെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, മാൻ സാറ്റിസ്ഫൈസ് ഹിസ് വാണ്ട്സ് ത്രൂ ദി കൺസെപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണല്ലേ. അതായത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് ഏതെല്ലാം രീതിയിലൂടെയാണ്? സേവനങ്ങളിലൂടെയും ഉപഭോഗത്തിലൂടെയുമാണ് അല്ലേ. അതായത് നമുക്ക് എന്താണ് പൊതുവെ മനുഷ്യരുടെ ആവശ്യങ്ങള്? എനിക്ക് നല്ല നല്ല സേവനങ്ങൾ കിട്ടണം, അതായത് എന്നെ ഇങ്ങനെ എല്ലാം എന്താ പറയാ, ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെന്നാൽ എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് എനിക്ക് ഇങ്ങനെ നല്ല റെസ്പെക്ട് കിട്ടണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ താമസിക്കാൻ ചെന്നാൽ അവിടെ നമ്മളെ നന്നായിട്ട് അവർ സർവീസ് ചെയ്യണം, അതേപോലെ തന്നെ നല്ലൊരു കടയിൽ ചെന്നാൽ നമുക്ക് നല്ല ഫുഡ് കിട്ടണം, അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പറ്റണം. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സേവനങ്ങളും ലൂടെയും അതേപോലെ തന്നെ ഉപഭോഗങ്ങളിലൂടെ കൺസംഷനിലൂടെയൊക്കെയാണ് മനുഷ്യര് അവരുടെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നത്? പൂർത്തീകരിക്കുന്നത്. Okay, the reward received by participating in the production process is spent on consumption. അല്ലേ, അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന റിവാർഡ് അയാള് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഈ ഹോട്ടല്, ആ ഹോട്ടലിലെ ഒരു ജോലിക്കാരൻ, ഓക്കെ, അദ്ദേഹം എന്താണ് അവിടെ നിന്ന് ചെയ്തത്? അദ്ദേഹം ആ ഹോട്ടലില് എന്താണ് ഒരു പ്രൊഡക്ഷന് എന്താണ് കാരണക്കാരനാകുകയാണ് ചെയ്തത് അല്ലെ. അവിടുത്തെ ഒരു പ്രൊഡക്ഷന് വർക്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു പ്രൊഡക്ഷൻ വർക്ക് കഴിഞ്ഞ് ആ അദ്ദേഹത്തിന്റെ റിവാർഡ് അദ്ദേഹത്തിന് കിട്ടി. ഓക്കെ, അവിടുത്തെ വർക്ക് ചെയ്തു, അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ സാലറി കിട്ടി, അദ്ദേഹത്തിന്റെ റിവാർഡ് കിട്ടി. ഇത് അദ്ദേഹം എന്തിനു വേണ്ടി യൂസ് ചെയ്യും? അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കൺസംഷന് വേണ്ടി യൂസ് ചെയ്യും, ഉപഭോഗത്തിന് വേണ്ടി. ഓക്കെ, അദ്ദേഹം സാലറി കിട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കും പോയി ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ ഫുഡ് വാങ്ങുക, അദ്ദേഹത്തിന് എന്തെങ്കിലും ക്ലോത്ത്സ് ആവശ്യമുണ്ട് അത് വാങ്ങുക അല്ലെ. ഇതെല്ലാം എന്തിൽ പെടും? കൺസംഷനിൽ പെടും അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെ ഇത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ പേരിൽ കിട്ടുന്ന റിവാർഡ് എവിടെ ചെലവാക്കും? കൺസംഷനിൽ ചെലവാക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ പ്രൊഡക്ഷനും അതേപോലെ തന്നെ കൺസംഷനും നമ്മളൊരു റിലേഷൻ പറഞ്ഞല്ലേ. അതായത് ഒരാൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ അയാൾക്ക് എന്ത് കിട്ടും? റിവാർഡ് കിട്ടും. ആ റിവാർഡ് അയാൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? കൺസംഷൻ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മൂന്നും തമ്മിൽ എന്തുണ്ട്? ഒരു correlation ഉണ്ട്. Therefore, there is a correlation between production, distribution and consumption. Okay, അതായത് പ്രൊഡക്ഷൻ, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആ ഒരു ജോലി ചെയ്തു, അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെ. അദ്ദേഹം ജോലി ചെയ്തിട്ട് അയാൾക്ക് റിവാർഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭാഗം, ഫെയർ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, ആ സാലറി അയാൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കൺസംഷൻ നടക്കുവോ? ഇല്ല. അങ്ങനെ നടന്നാൽ എന്താണ്? ഈ ഒരു ചെയിൻ ബ്രേക്ക് ആകാണ് അല്ലെ. അങ്ങനെ ബ്രേക്ക് ആയ എന്ത് നടക്കൂല? അവിടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് നടക്കില്ല. ഓക്കെ, അപ്പം അയാൾ വർക്ക് ചെയ്യും പ്രൊഡക്ഷന് വേണ്ടി, എന്നിട്ട് അയാൾക്ക് ആ റിവാർഡിൽ നിന്ന് അയാളുടെ ഫെയർ ആയിട്ടുള്ള റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അയാൾക്ക് അയാളുടെ സാലറി കിട്ടുന്നു. ആ സാലറി കൊണ്ടിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? കൺസംഷന് യൂസ് ചെയ്യുന്നു. കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഗുഡ്സുകളും സർവീസസുകളും അയാൾ യൂസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രൊഡക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അയാൾ ചെയ്യുന്നത് കൂടാതെ, അല്ലെങ്കിൽ അയാൾ വർക്ക് ചെയ്യുന്ന ഇതിൽ കൂടാതെ മറ്റേ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആള്, അദ്ദേഹം
വർക്ക് ചെയ്തു, അദ്ദേഹത്തിന് സാലറി കിട്ടി, അദ്ദേഹത്തിന് കിട്ടിയ സാലറി എന്തിനു യൂസ് ചെയ്യാം? അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം, അതല്ല മാർക്കറ്റിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ് ചെയ്യുന്നതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ഫെയർ ഡിസ്ട്രിബ്യൂഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് കിട്ടേണ്ടതായ ആ ഒരു ഭാഗം, ആ റിവാർഡ് അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ ഗുഡ്സും സർവീസും കൺസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ അയാൾ വീണ്ടും ഈ പ്രൊഡക്ഷനിൽ പോകുമോ? ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യില്ല? നടക്കത്തില്ല. ഓക്കെ, അപ്പം ഇത് മൂന്നും കോറിലേറ്റഡ് ആയിട്ട് പോയാൽ മാത്രമേ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് നടക്കത്തുള്ളൂ. ഓക്കെ, ഇക്കണോമിക്സ് is the branch of science that studies economic activities relating to production, distribution and consumption. അപ്പൊ എന്താണ് ഇക്കണോമിക്സ് എന്നതിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്? ഇക്കണോമിക്സ് is the branch of science that studies economic activities. എന്തെല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്? പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനം, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, അതേപോലെ കൺസംഷൻ, ഉപഭോഗം. ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ഇങ്ങനത്തെയുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന എന്താണ്? ശാസ്ത്രശാഖയാണ് എന്ത്? ഇക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം. Okay, economic decisions are taken by analyzing the basic problems in an economy. Okay, അതായത് ഒരു ഇക്കോണമിയിൽ, അതായത് ഒരു എന്താ പറയാ, സമ്പദ്ഘടനയിൽ ഏറ്റവും ബേസിക് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഇക്കണോമിക് ഡിസിഷൻ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇക്കണോമിക് ഡിസിഷൻസ് ഒക്കെ എപ്പോഴും ഒരു ഇക്കണോമിയിലെ ബേസിക് പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്താണ് എടുക്കുന്നതെന്ന്. അതായത് രാജ്യത്തെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നത് സഹായകമാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ സ്പീഡ്സ് അപ്പ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എലുസിഡേറ്റ്. ഓക്കെ, ന്യായമായ വിതരണം സാമ്പത്തിക വികസനം വേഗത്തിലാക്കുന്നു. ഇതിനെ വ്യക്തമാക്കുക എന്നതാണ് ചോദ്യം. അപ്പം ഇതിന് എന്തൊക്കെ പോയിന്റ്സ് എഴുതണം? ഒന്നെന്ന് പറയുന്നത്, ദ റിവാർഡ് ഫോർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് അക്കോർഡിംഗ് ടു ദി റെസ്പെക്റ്റീവ് ഷെയർ. ഓക്കെ, അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം തക്കതായിട്ടുള്ള ഷെയർ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലം അതത് വിഹിതം അനുസരിച്ച് എന്ത് ചെയ്യണം? വിതരണം ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, അതായത് ഒരു വർക്കിൽ ആരൊക്കെ പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം എന്താണ് ആ റിവാർഡ്? അവരുടെ വർക്കിനനുസരിച്ച് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യപ്പെടണം. ഓക്കെ, ദസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിഗ്നിഫിക്കന്റ് ഇൻ ആൻ ഇക്കോണമി. അതുകൊണ്ട് തന്നെ എന്താ, ഒരു സമ്പദ്ഘടനയില് എന്താണ്? വിതരണം, ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ഇക്കോണമിയിൽ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ജസ്റ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇക്കോണമിയെ ഡെവലപ്പ് ചെയ്യോ? ഇല്ല. അവിടെ എന്ത് നടക്കണം? ഫെയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കണം. ഓക്കെ, അതായത് നീതിപൂർവമായ ഒരു വിതരണം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നടന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? ഇക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുള്ളൂ. ഓക്കെ, അപ്പം ഓരോരുത്തരുടെയും അവരുടേതായിട്ടുള്ള, അവർക്ക് നീതിപൂർവം കിട്ടേണ്ടതായിട്ടുള്ള ഷെയർ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. എന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? ഇക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഇക്കണമിയിൽ അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയിലെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഇക്കണോമിക് ഡിസിഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഇപ്പൊ ഈ പറഞ്ഞ ഈ ബേസിക് പ്രോബ്ലംസ് അല്ലെ, ഇക്കണോമിയിലെ ഈ ബേസിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമുക്കൊരു കഥ കേൾക്കാം. ഓക്കെ, ഇത് അരുണിന്റെ ക്ലാസ് റൂമാണ്. ഓക്കെ, അപ്പൊ അരുണിന്റെ ക്ലാസ് റൂമിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ഓക്കെ, അതായത് അരുണിന്റെ സ്കൂളില് ആ സ്കൂളുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ലാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ലാൻഡ് ഇങ്ങനെ ചുമ്മാതെ കിടക്കുകയാണ്. അപ്പൊ ആ ലാൻഡ് എന്തിനേലും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? യൂസ് ചെയ്യണം. അപ്പൊ അത് എന്ത് കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ പലരും പല ഐഡിയാസ് പറഞ്ഞു. എന്ന് വെച്ചാൽ പുതിയ ബിൽഡിങ്ങുകൾ പണിയാന്നോ അല്ലെങ്കിൽ എന്താ പ്ലേ ഗ്രൗണ്ട് പണിയാന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു. എന്നാൽ അവർ സെലക്ട് ചെയ്ത ഐഡിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാം? വെജിറ്റബിൾസ് കൃഷി ചെയ്യാം എന്ന ഐഡിയ സ്കൂളുകാര് അംഗീകരിച്ചു. അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അതെന്ത് ചെയ്തു? അരുണിനും കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമായി. ഓക്കെ, അവർക്കും ഈ ആക്ടിവിറ്റി
ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ അവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെന്റും എല്ലാവരും കൂടെ എന്താണ് ഈ ഒരു കാര്യമായിട്ട്, ഈ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പ്ലാനിങ് എല്ലാം ചെയ്യാനായിട്ട് അരുണിനെയും ഫ്രണ്ട്സിനെയും ഏൽപ്പിച്ചു. ഓക്കെ, അപ്പം സ്വാഭാവികമായിട്ടും ഇതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണല്ലേ. ഇത് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ആണല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം ഇതെന്താണ്? ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. അപ്പം ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ മെയിനായിട്ട് ഉയരേണ്ട 3 ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അതായത് ഈ 3 ചോദ്യങ്ങൾക്ക് സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ എസെൻഷ്യൽ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതായത് there are 3 essential questions associated with every economic activity. ഓക്കെ, ഇതിപ്പം ഒരു വെജിറ്റബിൾ കൃഷി എന്നല്ല, എന്ത് തരത്തിലുള്ള ഇക്കണോമിക് ആക്ടിവിറ്റി ആണെങ്കിലും അവിടെ നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. ഓക്കെ, എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടത്, എത്ര അളവിൽ. ഓക്കെ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യണം, അത് എന്തെങ്കിലും ട്രേഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. പിന്നെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ? എത്രയിലും അളവിൽ അല്ല, അതിനൊരു അളവ് വേണം അല്ലേ. അല്ല ചുമ്മാതെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അളവ് കുറഞ്ഞു പോകാനും പറ്റുമോ? ഇല്ല. അപ്പം എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഓരോ പ്രൊഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലേ. നാച്ചുറൽ വേയിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ മെത്തേഡ്സ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അത് മാത്രമല്ല ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സുകൾ, ഓരോ സ്റ്റെപ്പുകൾ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അതായത് കൃഷി നടത്തുന്നു, അതായത് നമ്മളുടെ ഇപ്പം ഈ വെജിറ്റബിൾ ഗാർഡനിൽ ഓക്കെ അത് ഒരു വെജിറ്റബിൾസ് ഗ്രോ ചെയ്യും. വെജിറ്റബിൾ കൃഷി നടത്തുന്ന പോലെയല്ല ഇപ്പം പാല് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഫാമിങ് പോലത്തെ കുറച്ച് ഫാം നടത്തുക, അങ്ങനത്തെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഇക്കണോമിക് ആക്ടിവിറ്റി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്റ്റെപ്പുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ യൂസ് ചെയ്യേണ്ട മെത്തേഡുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നതും നമ്മൾ ഡിസൈഡ് ചെയ്യണം. പിന്നൊന്ന് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസെൻഷ്യൽ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതിന് 3നും സൊല്യൂഷൻ കാണാൻ പറ്റിയാൽ നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആ 3 എസെൻഷ്യൽ ക്വസ്റ്റ്യൻസും അതിന് എങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻസ് കാണേണ്ടതും എന്നൊക്കെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് അല്ലേ. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, സിൻസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു യൂസ് ദി അവൈലബിൾ വൺസ് ആൻഡ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പുട്ടുപൊടിയില്ല, ചപ്പാത്തിക്ക് കുഴയ്ക്കാനായിട്ടുള്ള മാവില്ല, ആകെയുള്ളത് അരിയും ഉഴുന്നുമാണ്. അത് അരച്ച് ദോശമാവ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, അപ്പം അവിടുത്തെ റിസോഴ്സ് ഈ അരി ഉഴുന്നുമാണ്. ഓക്കെ, അപ്പം അതാണ് അവൈലബിൾ റിസോഴ്സ്. ഓക്കെ, അത് യൂസ് ചെയ്യുക എന്നതാണ് അവിടെ ഉള്ളൂ അല്ലേ. അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഓക്കെ, അപ്പം നമുക്ക് അവൈലബിൾ റിസോഴ്സസ് ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും, വളരെ അളവ് കുറവായിരിക്കും. എന്നാൽ ഉള്ള റിസോഴ്സുകൾ നമ്മൾ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി യൂസ് ചെയ്യണം. ഓക്കെ, അതേപോലെ ദി ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി ക്രോപ്പ് ഫോർ കൾട്ടിവേഷൻ ആൻഡ് എക്സ്പെക്റ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വലി സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതും കൂടെ തീരുമാനിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇപ്പം നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അല്ലേ, അപ്പം അത് എത്ര പേർക്കുള്ള ദോശ ഉണ്ടാക്കണം എന്നതും നമ്മൾ അന്നേരം പ്ലാൻ ചെയ്യണ്ടേ. അതിനനുസരിച്ച് വേണ്ടേ മാവ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ഉണ്ടാക്കി വെക്കാനോ കുറഞ്ഞു പോകാനോ പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം
എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അളവുണ്ട് അല്ലേ. അപ്പോൾ അത് എത്ര അളവിൽ നമ്മൾ ഇത് അരയ്ക്കണം, എത്ര മാവ് നമുക്ക് വേണം എന്ന് നമ്മളവിടെ ഡിസൈഡ് ചെയ്യണം അല്ലേ. അതുപോലെ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നതും കൂടി നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, സിമിലർലി when we have to decide about industrial products, the type of industry. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നത്, അതായത് ഒരു വ്യാവസായിക ഉൽപ്പന്നം. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഇപ്പം റബ്ബർ ഇൻഡസ്ട്രി ഒക്കെ അത് റബ്ബർ ഇൻഡസ്ട്രി ആണെന്ന് പറയാം. എന്നാൽ അതേപോലെ തന്നെ അതിന് എത്ര യൂണിറ്റുകൾ വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പം ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ എന്ത് ഇൻഡസ്ട്രി ആയിരിക്കണം, അതിന് എത്ര യൂണിറ്റുകൾ വേണം എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ഫുഡ്, ഷെൽട്ടർ, clothing, hospitals, schools, etc. should be made available according to the wants of the society. Okay, അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ബേസിക് നീഡ്സിൽ പെടുന്ന കാര്യങ്ങളാണ് അല്ലേ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ് ഒക്കെ അല്ലേ. അപ്പം ഇതെല്ലാം എന്താണ്, ഒരു സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓക്കെ, അതായത് വാണ്ട്സ് ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട് എന്നിരിക്കട്ടെ. ഹോസ്പിറ്റൽ ഒരു ബേസിക് നീഡ് തന്നെയാണ്. എന്നാൽ ഹോസ്പിറ്റൽസ് മാത്രമേ ഉള്ളൂ, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. അവിടെ സ്കൂൾസ് ഇല്ല, അല്ലെങ്കിൽ ഒരു ക്ലോത്തിങ്ങിനുള്ള അവസരം ഒരു കടകളോ ഷോപ്പുകളില്ല, അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകളില്ല, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയാസ് ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാകുമോ? ഇല്ല. അപ്പം എല്ലാ നീഡ്സും എന്ത് ചെയ്യില്ല, ആ ഒരു സൊസൈറ്റിയിൽ എന്ത് ചെയ്യില്ല, എല്ലാ നീഡ്സും കിട്ടത്തില്ല, അല്ലെങ്കിൽ എല്ലാ നീഡ്സും നടക്കത്തില്ല അല്ലേ. അപ്പം എന്താണ്, അവിടെ ഒരു ഇംബാലൻസിങ് ഉണ്ടാകണം അല്ലേ. ഒരു സൊസൈറ്റിയിൽ എന്തെല്ലാം വേണം, ഹോസ്പിറ്റൽസ് വേണം, അതും ആവശ്യത്തിന്, സ്കൂള് വേണം, അതും ആവശ്യത്തിന്, ഫുഡ് വേണം, അത് എല്ലാവരുടെയും നീഡ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ക്ലോത്ത് വേണം, എല്ലാവരുടെയും നീഡ്സ് അനുസരിച്ച്, അതേപോലെ ഷെൽട്ടർ എല്ലാവർക്കും സാറ്റിസ്ഫൈ ആകുന്ന രീതിയിലുള്ള ഷെൽട്ടർ, അത് കൂടുതലൊന്നും ആവശ്യമില്ല അല്ലേ, സ്പേസ് കൺസ്യൂമിങ് ആണല്ലേ. അപ്പം ഇതേപോലെ എല്ലാം എന്താണ്, ഒരു ബാലൻസിൽ വേണം പോകാൻ. ഓക്കെ, there should exist of balance between the wants of the society and the quantity of the product. ഒരു സൊസൈറ്റിയുടെ വാണ്ട്സും ആവശ്യവും പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു ബാലൻസ് വേണം. ഓക്കെ, ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ കച്ചവടത്തിന് ഇറങ്ങി. ഓക്കെ, അപ്പം ഒരു ചിപ്സ് കച്ചവടം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആ കച്ചവടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 50 പാക്കറ്റ് ചിപ്സ് വിറ്റ് പോകേണ്ട സ്ഥലമേ ഉള്ളൂ, അതിനുള്ള ആൾക്കാരെ ആ സ്ഥലത്തുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ഒരു 500 പാക്കറ്റ് ചിപ്സ് കൊണ്ടുപോയി വിൽക്കുകയാണ്. നമുക്ക് എന്താണ് അവിടെ, അത് ആ സൊസൈറ്റിയുടെ വാണ്ട്സിനെക്കാട്ടി കൂടുതലാണ് അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങൾ എന്താണ്, വേസ്റ്റ് ആകുകയാണ് അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഒരു നഷ്ടമാണ് സംഭവിക്കുക. അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ചിലവെല്ലാം വേറെയാണ്, അതൊക്കെ എന്താണ് അവിടെ നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സൊസൈറ്റിയുടെ വാണ്ട് അനുസരിച്ചാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് അവിടെ എന്ത് ചെയ്യണം, ഒരു ബാലൻസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ ഡീല് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതായിരുന്നു, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് എങ്ങനെ നമ്മൾ സൊല്യൂഷൻ കാണും, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രസക്തി എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഉള്ളിൽ ഉയരുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നതാണ്. ഓക്കെ, അപ്പം ഈ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ദിസ് ഡിനോട്ട്സ് ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, ആ മെത്തേഡ് എന്താണെന്ന് തീരുമാനിക്കലാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് ഡിസൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ്
പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം റിസോഴ്സസ് ആവശ്യമാണോ അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചുള്ള ടെക്നോളജീസ് എത്രത്തോളം ഏതെല്ലാം രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഈ ഹൗ ടു പ്രൊഡ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിപ്പം എന്താണ് ഇച്ചിരി കേർഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കേർഡാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ നമുക്ക് മിൽക്ക് വേണം അല്ലേ? മിൽക്കിൻ്റെ അവൈലബിലിറ്റി നോക്കണം. എങ്ങനെയാണ് ഇതിനെ കേർഡായിട്ട് മാറ്റാനായിട്ടുള്ള നമ്മളുടെ മറ്റ് ടെക്നോളജിക്കലായിട്ടുള്ള സാധനങ്ങൾ വേണം, എന്തൊക്കെ യൂസ് ചെയ്യണം, അതെല്ലാം അതെല്ലാം നമ്മുടെ റിസോഴ്സസ് നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് വേണം തീരുമാനം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിനൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഈ ഹൗ ടു പ്രൊഡ്യൂസിൽ എന്തൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ദ സർവീസസ് ഓഫ് ലേബേഴ്സ് ഓർ മെഷീൻസ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രിപ്പയറിംഗ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, സോയിങ്, വീഡിങ്, മാനുവറിംഗ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് ത്രഷിംഗ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു അഗ്രികൾച്ചറൽ മേഖലയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇക്കണോമിക് ആക്ടിവിറ്റി എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ ലേബേഴ്സിനെ യൂസ് ചെയ്തോ അല്ലെങ്കിൽ മെഷീൻസിനെ യൂസ് ചെയ്തോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ലാൻഡ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ സോയിങ് വിത്ത് വിതയ്ക്കുന്നത്, വീഡിങ് കള പറിക്കുന്നത്, മാനുവറിങ് വളമിടുന്നത്, ഹാർവെസ്റ്റിംഗ് കൊയ്ത്ത്, പിന്നെ ത്രഷിങ് മെതിക്കൽ. നോക്കി, ഇതിനെല്ലാം എന്ത് വേണം? വർക്ക് വേണം അല്ലേ? അത് ലേബർ ആയിട്ട് ഉള്ള ലേബേഴ്സിനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിച്ചുള്ള വർക്കാകാം, അല്ലെങ്കിൽ മെഷീൻസിനെ കൊണ്ട് യൂസ് ചെയ്തുള്ള വർക്കാകാം. ഓക്കെ, അപ്പം നമ്മളുടെ റിസോഴ്സ് അവിടെ എന്ന് പറയുന്നത് ലേബേഴ്സാണ്, അതേപോലെ തന്നെ മെഷീൻസും ആണ്. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനായിട്ട് ഇപ്പം എന്താ പറയുക, സോയിങ്, വീഡിങ് അല്ലെങ്കിൽ മാനുവറിങ്, അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലേബേഴ്സിനെ യൂസ് ചെയ്യാം. എന്നാൽ അഗ്രികൾച്ചറൽ ലാൻഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ലേബേഴ്സിനെ അത്രയ്ക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അവരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മെഷീൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്താ? രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സും നമുക്കൊരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ദ സെലക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ മെത്തേഡ് ഈസ് ഡിസൈഡഡ് on the basis of available resources in an area. ഓക്കെ, അപ്പോൾ ഏത് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ പർട്ടിക്കുലർ ഏരിയയിലെ റിസോഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കൃഷി ഇറക്കാൻ തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ലേബേഴ്സിന്, ജോലിക്കാരെ കിട്ടുമെന്നാണെങ്കിൽ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാത്തിനും അധികം എന്താ പറയുക, കേപ്പബിൾ ആയിട്ടുള്ള ലേബേഴ്സിനൊന്നും നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്തായിരിക്കും? മെഷീൻസിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചിലയിടത്ത് എങ്ങനെയാണ്? കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ലേബേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും, കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് മെഷീൻസിനെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനിയും അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഒരു ലാൻഡേ ഉള്ളൂ, അത്യാവശ്യം കുറച്ച് ലേബേഴ്സിനെ വെച്ച് ജോലി ചെയ്യിപ്പിക്കാൻ മാത്രമുള്ള പ്രൊഡക്ഷനെ അവിടെ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെഷീൻസ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? മെഷീൻസ് യൂസ് ചെയ്യാന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ലേബേഴ്സ് അവൈലബിൾ ആണ്, റിസോഴ്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ ഉപയോഗിക്കുള്ളൂ? ലേബേഴ്സിനെ യൂസ് ചെയ്യുള്ളൂ. എന്നാൽ ഒരു വലിയ ഒരു ക്വാണ്ടിറ്റി പ്രൊഡക്ഷനാണ് നമുക്ക് നമ്മളുടെ ലാൻഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി പ്രൊഡക്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലേബേഴ്സിനെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ അല്ല, നമുക്ക് ലേബേഴ്സിന് അവൈലബിൾ ആയിട്ട് കിട്ടത്തുമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മെഷീൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മുടെ റിസോഴ്സസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതൊക്കെ ചിന്തിച്ചാണ് അതിൻ്റെ ഉൽപ്പാദന രീതി, എങ്ങനെയാണ് ആ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളുടെ റിസോഴ്സസ് എത്രയുണ്ടോ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ്. ഓക്കെ, അതായത് ഇപ്പം ഒരു ചെറിയ എമൗണ്ട് പ്രൊഡക്ഷനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ഒരു ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള മെത്തേഡ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഹൗ ടു പ്രൊഡ്യൂസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? ഈ എക്കണോമിക്
എക്കണോമിക് ആക്ടിവിറ്റിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ ഡീല് ചെയ്യേണ്ട മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിനനുസരിച്ച് ഏത് മെത്തേഡാണ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഏത് മെത്തേഡിലൂടെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, ആർക്ക് വേണ്ടി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉൽപാദനം അത് എന്തിനു വേണ്ടിയുള്ള കാര്യമാണ്, ഉൽപാദനം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രൊഡക്ഷൻ ഈസ് അണ്ടർടേക്കൺ ടു സാറ്റിസ്ഫൈ ദ വാണ്ട്സ് ഓഫ് സൊസൈറ്റി. ഓക്കെ, സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഉൽപാദനം നടത്തുന്നത്. ഓക്കെ, അപ്പം ഒരു ഉൽപാദനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മാത്രം നീഡ്സിന് വേണ്ടി ആയിരിക്കാൻ പാടുണ്ടോ? ഇല്ല, അത് സമൂഹത്തിനും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ വേണം നമ്മൾ നടത്താനായിട്ട്. ഓക്കെ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് അല്ലേ, നമുക്കറിയാം അല്ലേ. മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല അല്ലേ. ഒരുപാട് ആവശ്യങ്ങൾ എന്നും ഇന്ന് കാണുന്നതിനേക്കാൾ ആവശ്യങ്ങൾ നാളെ നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പം ഹ്യൂമൻസിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇപ്പം ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഒന്ന് അല്ലേ. ഇപ്പോൾ ഒരു ആവശ്യം നമുക്ക് വന്നു, അത് സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോൾ അടുത്ത ഒന്ന് അല്ലേ. ഇന്നിപ്പം എനിക്ക് വീട് വേണം, ഓക്കെ, ഇപ്പോൾ വീട് വെച്ചു, വീട് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ടടുത്ത ആവശ്യമാണ് കാറ് വേണം, അത് കഴിയുമ്പോൾ അടുത്തത് അല്ലേ. ഇങ്ങനെ ഓരോന്നായിട്ട് പൊങ്ങി വരുന്ന ആവശ്യങ്ങളാണ് എപ്പോഴും മനുഷ്യർക്കുള്ളത്. അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് എപ്പോഴും ഹ്യൂമൻസിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ ഓരോ ദിവസവും ഉയർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, however we may not have the necessary resource to satisfy all our wants. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഒന്നല്ലേ ഒരു രീതിയിൽ എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ എല്ലാവരുടെയും കയ്യിൽ അതിനനുസരിച്ചുള്ള റിസോഴ്സസ് ഉണ്ടാവുമോ? നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സ് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല അല്ലേ. അതായത് ഇപ്പം എനിക്ക് ഒരു ചെറിയ വീടുണ്ട്, കൂട്ടത്തിൽ ഒരു ചെറിയ കാറുണ്ട്, എന്നാൽ ഒരു വലിയ ലക്ഷറീസ് കാറ് വാങ്ങാനായിട്ട് എനിക്ക് എന്താണ്, എൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് ആഗ്രഹമുണ്ട്, എൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്, പക്ഷെ അതിനുള്ള പണം എൻ്റെ കയ്യിലില്ല അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ നെസസറി ആയിട്ടുള്ള റിസോഴ്സ്, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ വാങ്ങാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ല അല്ലേ. അതായത് നമുക്ക് എന്താണ്, ആവശ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ ആവശ്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സ് നമുക്കുണ്ടാവില്ല എന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രയോറിറ്റൈസ് അവർ വാണ്ട്സ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും നമ്മൾ അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ആവശ്യത്തെ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് നമുക്കിപ്പോൾ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതിനകത്ത് ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഏറ്റവും ഉടനെ നമുക്ക് വേണ്ട ഒന്ന്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മൾ അതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, അപ്പം ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, ഇപ്പം ആൾക്ക് നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരാൾ, ഓക്കെ, ഭയങ്കര മഞ്ഞുള്ള സ്ഥലമാണ്, അദ്ദേഹത്തിന് അവിടെ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കത്തിയോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ എല്ലാം ആണോ? അല്ല, അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല വൂളനായിട്ടുള്ള ക്ലോത്ത്സും എന്താണ്, വീടും അല്ലെങ്കിൽ അടച്ചു ഉറപ്പുള്ള ഒരു മുറിയോ അങ്ങനെ എന്തെങ്കിലുമാണ് അദ്ദേഹത്തിന് ആവശ്യം. അദ്ദേഹത്തിന് തണുപ്പ് മാറ്റുക എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട നീഡ്. അദ്ദേഹത്തിന് മറ്റ് ആവശ്യങ്ങളുണ്ട്, മറ്റ് ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ വേണം, മറ്റേത് വേണം, ഒക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ. എന്നാൽ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് എന്താണ്? ഇപ്പം ആ തണുപ്പ് അകറ്റാനായിട്ടുള്ള ഒരു വസ്ത്രം, അതാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തേക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എന്നാൽ പോലും നമ്മളുടെ ആവശ്യങ്ങളെ നമ്മൾ ഒന്നനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഓക്കെ, we must plan production activities in such a way that it benefits the maximum number of individuals in the society.
ഓക്കെ, ഇപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു. ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? സൊസൈറ്റിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കണം അത്. ഇനി ഈ ഒരു പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് എൻറ്റയർ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും ഒരു മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ആ ഒരു മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരുടെ നീഡ്സിനെ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു മിനറൽ വാട്ടർ കമ്പനി നമ്മൾ തുടങ്ങിയെന്നിരിക്കട്ടെ. അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു രാജ്യത്തെ മുഴുവൻ ആൾക്കാരുടെയും ദാഹം തീർക്കാനായിട്ട് നമുക്ക് ആ ഒരു നമ്മളുടെ വാട്ടർ കമ്പനിയിലെ പ്രൊഡക്ഷൻ ആ ഒരു ബോട്ടിൽ വാട്ടർ യൂസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. എന്നാൽ ഒരു മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർക്കും നമ്മളുടെ ആ ഒരു വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കണം? യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പം എല്ലാവരുടെയും നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാവുന്ന അത്രയും ഞാൻ ഉണ്ടാക്കിയെടുക്കണം എന്നും നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. എന്നാൽ എന്താണ്, മാക്സിമം നമ്പർ ഓഫ് ആൾക്കാരുടെയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ പ്രൊഡക്ഷൻ കൊണ്ട് നമുക്ക് പറ്റണം. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഹൗ ദ ഇൻകം ജനറേറ്റഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം ഈ പ്രൊഡക്ഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങി കഴിയുമ്പം എന്തായാലും നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്നൊരു ഇൻകം കിട്ടും അല്ലേ? ഈ കിട്ടുന്ന ഇൻകത്തെ നന്നായിട്ട് എന്താണ് ഇൻകത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, അതായത് ഷെയർ ചെയ്യാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മളൊരു പ്രൊഡക്ഷന് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ആ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ ഇറങ്ങിത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയതിന് പിന്നിൽ ഒരുപാട് പേരുടെ വർക്കുണ്ട്, ഒരുപാട് പേരുടെ ഷെയർ ഉണ്ട് അല്ലേ? ഒരുപാട് പേരുടെ ഹാർഡ് വർക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ എല്ലാം ഷെയർ നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്, ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഇൻകത്തിൽ നിന്ന് അവരുടെ എല്ലാം ഷെയർ നമ്മൾ കൃത്യമായിട്ട് ഫെയർ ആയിട്ട് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതും നമ്മൾ ഈ പ്രൊഡക്ഷനിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ആ ഇൻകത്തെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ദി ടോട്ടൽ ഇൻകം ജനറേറ്റഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ? നമ്മൾ ഒരു എന്താ പറയുക, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് ഇറങ്ങിത്തിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ എങ്ങനെയാണ് അതിന് ലോണൊക്കെ എടുത്താണ് തുടങ്ങുന്നത് അല്ലേ? അപ്പം ആ ഒരു എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് അല്ലേ? നമ്മളൊരു ക്യാപിറ്റൽ എമൗണ്ട് ഇട്ടാണ് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നത് അല്ലേ? അപ്പം ആ ഒരു ക്യാപിറ്റൽ എമൗണ്ടിലോട്ടുള്ള ഇൻട്രസ്റ്റ് അത് ഈ ഇൻകത്തിൽ നിന്നാണ് പോകുന്നത്. ഓക്കെ, പലിശ. പിന്നെയോ പ്രോഫിറ്റ് ഓഫ് ദി ഓൺട്രപ്രൂണർ. ഓക്കെ, അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിനെ നടത്തുന്ന ഒരു ഓൺട്രപ്രൂണർ, ഒരു സംഘാടകനുണ്ടല്ലേ, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് എന്ത് കിട്ടണം? ഒരു പ്രോഫിറ്റ്, ഒരു പോർഷൻ പ്രോഫിറ്റബിളായിട്ട് കിട്ടണം അല്ലേ? അദ്ദേഹത്തിന് ലാഭം കിട്ടണം. അത് എവിടുന്നാണ് പോകുന്നത്? ഈ ഇൻകത്തിൽ നിന്നാണ് പോകുന്നത്. പിന്നെയോ വേജസ് ഓഫ് ദി ലേബർ. ഓക്കെ, അവിടെ ആ ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേബേഴ്സ് ഉണ്ട്, ഒരുപാട് തൊഴിലാളികളുണ്ട് അല്ലേ? അവരുടെയൊക്കെ വേജസ്, വേതനങ്ങൾ കൊടുക്കണം. അത് എവിടെ നിന്നാണ്? ഈ ഇൻകത്തിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെയോ റെന്റ് ഓഫ് ദി ലാൻഡ്. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയുള്ള യൂണിറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത് ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ലാൻഡോ ആണെങ്കിൽ അതിൻ്റെ വാടക, റെൻറ്റ് നമ്മൾ കൊടുക്കണം അല്ലേ? അപ്പം ഇങ്ങനെയെല്ലാം രീതിയിലാണ് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ക്യാപിറ്റലിലോട്ടുള്ള ഇൻട്രസ്റ്റ് പോകണം, ലേബേഴ്സിൻ്റെ വേജസ് പോകണം, പിന്നെ എന്താണ് ലാൻഡിൻ്റെ റെൻറ്റ് പോകണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പോർഷൻ ഓൺട്രപ്രൂണർക്ക് പ്രോഫിറ്റും കിട്ടണം. ഇതെല്ലാം ഇതിൽ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞ് കിട്ടുന്ന ആ ഇൻകത്തിൽ നിന്നാണ്. ഓക്കെ, ഇക്കണോമിക്സ് ഇസ് നോട്ട് മിയർലി എ സ്റ്റഡി ഓഫ് വെൽത്ത്,
ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റഡി ഓഫ് മാൻ ആൻഡ് സൊസൈറ്റി. ഇക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഈ വെൽത്ത്, സമ്പത്തിനെ കുറിച്ചുള്ള സ്റ്റഡി മാത്രമല്ല, സമ്പത്തിനെ കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരു പഠനശാഖയല്ല ഇക്കണോമിക്സ് എന്നാണ് പറയുന്നത്. പിന്നെയോ ഇറ്റ് ഈസ് ഓൾസോ എ സ്റ്റഡി ഓഫ് മാൻ ആൻഡ് സൊസൈറ്റി, മനുഷ്യനെ കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളും എന്തിലുണ്ടെന്നാണ് പറയുന്നത്, ഇക്കണോമിക്സിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇക്കണോമിക് തിങ്കേഴ്സ് belonging to different periods have benefited the growth of economics. ഓക്കെ, അപ്പം മിക്കവാറും എല്ലാ കാലഘട്ടങ്ങളിലും ഒരുപാട് ഇക്കണോമിക് തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇക്കണോമിക് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചിന്തകന്മാർ. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഇക്കണോമിക്സിൻ്റെ ഈ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് കാണുന്ന നമ്മളുടെ സാമ്പത്തിക സ്ഥിതികളുടെ അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക ഘട്ടത്തിൻ്റെയൊക്കെ ഈ ഡെവലപ്മെൻറ്റിന് പിന്നിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഒരുപാട് ചിന്തകന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ഐഡിയാസ് പ്രൊപ്പൗണ്ടഡ് ബൈ പ്രൊമിനന്റ് വെസ്റ്റേൺ തിങ്കേഴ്സ് ലൈക്ക് ആഡം സ്മിത്ത്, the father of economics, have contributed to the growth of the subject. ഓക്കെ, അപ്പം ഈ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ തന്ന ഒരാളാണ് ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഫാദർ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഒക്കെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ ഇക്കണോമിക്സ് എന്ന പറയുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ ഗ്രോത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ കാണുന്നതാണ് ആഡം സ്മിത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്.